പകൽ ഞങ്ങളുടെ ടൂർ പാക്കേജിലുള്ള യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്ന വാഹനം ഞങ്ങളെ ഹോട്ടലിൽ വിട്ടിട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ വൈകിട്ടൊന്ന് നടക്കാനിറങ്ങി, സ്ട്രീറ്റിലേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടക്കാനിറങ്ങി. വളരെ തിരക്കുള്ള സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ കാണുന്നതെല്ലാം നമുക്ക് സൈഡിലെല്ലാം ബാറാണ്, അടിപൊളി സംഗീത നിശയാണ് ഇവിടെ ഉള്ളത് മുഴുവനും. ഒക്കെ റോഡിൽ എല്ലാവരും തന്നെ രാത്രി നൈറ്റ് ലൈഫാണ് ഇവിടെ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. റോഡ് കംപ്ലീറ്റ് കണ്ടോ, ചെറിയ ഇടുങ്ങിയ റോഡല്ല ഇത്, ആക്ച്വലി അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. രണ്ട് സൈഡിലും ബാറുകളാണ്, ഡാൻസ് ബാറുകളാണ് എല്ലാം. ഇവിടെ എല്ലാം നമുക്ക് പോകുമ്പോൾ അടിപൊളി മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഡ്രിങ്ക് കഴിക്കണമെങ്കിൽ കയറി കഴിക്കാം, ആസ്വദിക്കാം. എല്ലാ സൗകര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്ത് തരും. അതിനുശേഷം ഞങ്ങൾ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് കടന്നു. ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അടിപൊളി വെറൈറ്റി സാധനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളൊന്ന് നീങ്ങി നടന്നു നോക്കിയപ്പോൾ കണ്ടോ, ചെറിയ കൊഞ്ച്, അതുപോലെ തന്നെ ഞണ്ട്, ഇതിൻ്റെയൊക്കെ ഫ്ലഷ് മാംസം അങ്ങനെ പച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം, അതായത് നമുക്ക് ഇതാ നോക്കിയ അടിപൊളിയായിട്ടുള്ള സാധനം കണ്ടോ, മുതല ഫ്രൈ ഇവിടെ കിട്ടും കേട്ടോ. മുതല ഫ്രൈ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും. ഓരോ തരത്തിലുള്ള മാംസം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട്. ഇതാ മുതലയുടെ തല കണ്ടോ, ഈ മുതലയുടെ തല മാത്രമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണത്. അതിന് തൊട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം മുതലയുടെ ഒരു സ്കെൽറ്റൻ മോഡൽ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിൽ നിന്ന് നമുക്ക് മാംസമൊക്കെ എടുത്ത് താഴെ പലതരത്തിലുള്ള ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് താഴെ. ആ ഫ്രൈ ആവശ്യക്കാർക്ക് യഥേഷ്ടം വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിട്ടുള്ള ഒരാൾ വാങ്ങിച്ച് കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അല്പം ഹാർഡാണ് മാംസം എന്നും പറഞ്ഞു. കണ്ടോ, ഇതുപോലെ എല്ലാത്തരം മാംസങ്ങളും നമുക്കിവിടെ ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ജ്യൂസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ സ്റ്റാൾ ഇങ്ങനെ തന്നെയാണ്, പല വെറൈറ്റി ആയിട്ടുള്ളത്. ഇതിങ്ങനെ സ്റ്റിക്കിൽ കോർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ റൂമിലേക്ക് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഇതാണ് കാണുന്നത്, പൂള്. ഇതിൻ്റെ താഴെ തന്നെയാണ് പൂളുള്ളത് കേട്ടോ. ഞങ്ങൾ പുറത്ത് ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിയാണ് അങ്ങനെ വന്നത്. ഇത് എൻ്റെ മുകളിലേക്ക് കണ്ടോ, ഹോട്ടലിൻ്റെ മുകളിലേക്ക് കണ്ടോ, എത്ര നിലയുണ്ടെന്ന് അറിയില്ല. ഇത് ഞങ്ങളെന്തായാലും 9ാം നിലയിൽ താമസിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പുറത്ത് കറങ്ങിയൊക്കെ വന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ നൈറ്റ് ഗൗണൊക്കെ ഇട്ട് കണ്ടോ. അപ്പോൾ ഉറങ്ങി. നാളെ രാവിലെ വീണ്ടും ട്രിപ്പ് പോകാനുള്ളതാണ്. അപ്പോൾ വീണ്ടും പുതിയ സെക്കൻഡ് ഡേ ഞങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരുപാടായി, ഇപ്പോൾ ലേറ്റായി. അപ്പോൾ എന്തായാലും അപ്പോൾ നാളെ രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേ നമുക്ക് പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് അതെ. അപ്പോൾ നാളത്തെ അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് രാവിലെ ഉണരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ 9ാം നിലയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. രാവിലെ ഇപ്പോൾ സമയം 8 മണിയായി. 8 മണിക്ക് ഇവിടെ രാവിലെ നഗരം ഒന്നും ഉണർന്നിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലാണുള്ള കാഴ്ചകൾ കണ്ടോ. ഇതൊരു പ്ലെയിൻ്റെ ഒരു ഡമ്മിയാണ് കേട്ടോ. ഇത് അതിൻ്റെ താഴെ ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ കടകളൊക്കെ ഉണ്ട്. ഇന്നലെ കാര്യമായിട്ട് നമുക്കിവിടെ പോകാൻ പറ്റിയില്ല. സമയം പെട്ടെന്ന് വൈകി ക്ഷീണമൊക്കെ ആയതുകൊണ്ട് പോകുന്നു. അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണും താഴേക്ക് കണ്ട. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫ്രഷായി താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും തന്നെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അടിപൊളി. നമുക്കൊന്നും അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഹോട്ടലിൽ വിശാലമായ ഏരിയ ആണ് കേട്ടോ. താഴെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്നും ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുന്നതിൽ കൂടുതൽ അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് വയറത്ത് കഴിക്കാവുന്ന ഐറ്റംസ് ഉണ്ട്. താഴെ ജ്യൂസാണ് ഈ കാണുന്നത്, പലതരം ജ്യൂസുകളുണ്ട്. രാവിലെ തന്നെ ഫ്രഷായിട്ടൊരു ആപ്പിൾ ജ്യൂസ് എടുത്തു. ആപ്പിൾ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മളിന്ന് ദിവസം തുടങ്ങുന്നത്. ഇത് ബ്രാൻഡി ഒന്നുമല്ല കേട്ടോ, ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ അത് ഫ്രൂട്ട്സ് കൊടുക്കാം. അപ്പോൾ ഇസു രാവിലെ തന്നെ ചോക്കോസ് കഴിക്കുകയാണ്.
ഇതെന്തൊക്കെ ഐറ്റംസാണെന്ന് അറിയില്ല. ബ്രെഡും ബട്ടറും ജാമും കൂടി നമ്മളെടുത്തു. ബാക്കി ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹായ് പറഞ്ഞു കേട്ടോ. ജ്യൂസും അതുപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഞാൻ മറ്റുള്ള കൂടുതൽ ഐറ്റംസൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് കഴിക്കാനായിട്ട് പറ്റണില്ല. അതുകൊണ്ട് നമ്മളൊന്നും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് നിന്നില്ല. ആപ്പിൾ ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ്. കോൺഫ്ലെക്സും ചോക്കോസും മിൽക്കും. പിന്നെ പപ്സ് പോലെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. വെജ് നന്ദിത പിന്നെ വെജ് കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണം വെജാണ് കൂടുതൽ നന്ദിത ഇങ്ങനെ തന്നെ കഴിച്ചത്. ഇതൊക്കെ എന്ത് ഐറ്റമൊക്കെ ആണെന്നൊരു പിടിയൊന്നുമില്ല. പേരൊക്കെ ചോദിച്ചാൽ പേരൊന്നും പറയാൻ അറിയില്ല കേട്ടോ. എന്തായാലും പപ്സ് പോലുള്ള ഐറ്റംസൊക്കെ സ്വീറ്റാണ്. എന്നാലും കഴിച്ചു നോക്കാം. ഇത്തിരി കട്ടിയാണ്, കൊള്ളാം, ടേസ്റ്റിയാണ്. ഐറ്റമൊക്കെ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ഒന്ന് റഫാണ് ചിലതൊക്കെ. ഇവിടെ ലൈവായിട്ട് ചില ഫുഡൊക്കെ ഉണ്ടാക്കി തരും. എന്തായാലും ഇവിടെ കണ്ട കുറച്ച് നൂഡിൽസ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. വെജ് നൂഡിൽസാണ്. നോക്കാം, ഒന്ന് കഴിച്ച് നോക്കാം. എന്തായാലും അല്പം വെജ് നൂഡിൽസും കൂടി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ ഫുഡിൻ്റെ നീണ്ടൊരു നിര തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ബോയിൽഡ് എഗ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ബുൾസൈ ഉണ്ട്. ബുൾസൈയുടെ ഷേപ്പ് ഉണ്ട്. പ്രത്യേക കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെയാണ് ബുൾസൈ ഇവിടെ ഉണ്ടാക്കി തരുന്നത്. എല്ലാം ഒരുപോലെ ഒരേ ഷേപ്പിലിരിക്കും. എന്തായാലും അതും കൂടി നമുക്കൊന്ന് പരീക്ഷിക്കണം. നീ എടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട് വെജ് നൂഡിൽസ്? എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാന റൗണ്ട് ഫുഡ് കഴിച്ചൊരു കോഫിയും കഴിച്ച് ഞങ്ങൾ ഉടനെ ഇറങ്ങിയാണ്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചാൽ വയറ് നിറച്ച് ഞങ്ങൾ ഔട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ലോബിയിലേക്ക് വരികയാണ്. പറഞ്ഞോളൂ. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങളുടെ ക്യാബ് വരും. ഇവിടെയാണ് ഞങ്ങളുടെ വാഹനം വരുന്നത്. ഇവിടുന്ന് വീണ്ടും നമ്മുടെ പാക്കേജ് ടൂറിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നല്ല പൂളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ സ്ഥലമുണ്ട്. ഇതിൻ്റെ പരിസരമൊക്കെ നല്ല ഭംഗിയാണ്. പൂളിലൊക്കെ ഒന്ന് കുളിക്കണമെന്ന് വെച്ചാൽ സമയം കിട്ടിയില്ല. ഹോട്ടലിന് താഴെ തന്നെയാണ് പൂള്. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളുടെ വാഹനത്തിൽ കയറി ഞങ്ങളുടെ ഗൈഡ് ആൻറ്റി വേണ്ട യാത്രയ്ക്ക് വേണ്ട പ്രത്യേക നിർദ്ദേശങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി വരാൻ പോകുന്ന അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പട്ടയ ബീച്ചിലേക്ക് പോവുകയാണ്. പട്ടയ ബീച്ചിൽ നിന്നും വീണ്ടും യാത്ര തുടരുന്നുണ്ട്. പിന്നീട് നമ്മൾ പാരാസെയിലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ്, അണ്ടർ വാട്ടർ സീ ആക്ടിവിറ്റീസ്, ഇതുപോലെ അടിപൊളി പരിപാടികളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. മനോഹരമായ ബീച്ചാണ്. ബീച്ചിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തിയായിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നത്. നമ്മുടെയൊക്കെ ബീച്ചിൻ്റെ സ്ഥിതി ഒന്ന് താരതമ്യം ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ബീച്ചുകൾ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളുടെ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സൊക്കെയാണ് കണ്ട നമ്മുടെ ഗൈഡിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്നു. പലരും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പല കാഴ്ചകളും മുഴുകുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് യാത്ര അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം മുതൽ എനിക്ക് കണ്ണിന് ഇൻഫെക്ഷൻ ആയിട്ടോ. കണ്ണിന് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ പെയിനൊന്നുമില്ല. കണ്ണിന് വളരെ നേര് വന്നു. കണ്ണിൽ റെഡിഷ് കളറായി. അങ്ങനെ യാത്രയുടെ സുഖമൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയി യാത്രയിൽ. ഇവിടെ നമ്മൾ കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയാണ്. ഇവിടെ സ്പീഡ് ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അനുഭവിച്ച് തന്നെ അറിയണം. വഴിയെ നമുക്ക് കാഴ്ചകൾ കാണാം. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരം നടക്കണം നമ്മുടെ ജെട്ടിയിലേക്ക് ബോട്ട് കയറാനായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല തിരക്കുള്ള ഏരിയ, ഒരുപാട് ഗ്രൂപ്പുകളുടെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡേഴ്സ്, അവരുടെ ഗൈഡുമാർ ഓരോ കൊടി പിടിച്ചിട്ട് നടക്കുന്നത്. നമ്മുടെ റോയൽ സ്കൈയുടെ ടൂർ ആയതുകൊണ്ട് അവരുടെ കൊടി പിടിച്ചിട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഗൈഡ് നടക്കുന്നുണ്ട്. ഈ കൊടി നോക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോകും. അത്രയും തിരക്കാണെന്നുള്ളത്. ഇവിടെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഇപ്പോൾ. ഇവിടെ വന്ന സമയം അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നു.
ഞാൻ തിടുക്കത്തിൽ വേഗം പോവുകയാണ്. കാരണം വെച്ചാൽ വേഗം വന്നാലേ അവിടെ ചെന്ന് മെമ്പേഴ്സിനെ കണ്ട ഗ്രൂപ്പിലേക്ക് നമുക്കും ജോയിൻ ചെയ്ത് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന് കൂട്ടം തെറ്റിയൊക്കെ പോകും. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ അതിവേഗത്തിൽ നടന്ന് അതാ ഇവിടെ ഒന്ന് ഗ്യാദർ ചെയ്യണം. നമ്മുടെ ഗൈഡ് കൊടിയായിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ നമ്മുടെ ഗൈഡ് എല്ലാവരും നിർത്തിയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കും. കാരണം നമ്മൾ ഈ ടൂർ പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ റീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിനാവാം ഓരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും നമ്മുടെ എല്ലാവരും ഗ്രൂപ്പിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടാറുണ്ട്, ടൂറിൻ്റെ ഗ്രൂപ്പിൽ. ഇതാ കാണുന്നുണ്ട് ബോർഡ് കണ്ടോ, പട്ടയ. ഇതാണ് പട്ടയ സിറ്റി, ഈ ബീച്ച്, പട്ടയ ബീച്ച്. പട്ടയ ബീച്ച് മനോഹരമായിട്ട് ഇങ്ങനെ കിടന്നത്. ഇവിടുത്തെ കടലിൻ്റെ വെള്ളത്തിൻ്റെ കളറ് വളരെ ഡിഫറെൻ്റ് ആണ്. നല്ല രസകരമായിട്ടുള്ള കളറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കോറൽ ഐലൻഡിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറാണെന്നുള്ളതാണ്. ഇവിടുന്ന് ഗൈഡ് നമ്മുടെ കയ്യിലൊരു ടാഗ് കെട്ടിത്തരുന്നുണ്ട്. എല്ലാ മെമ്പേഴ്സിനും ഒരു റെഡ് കളറിൽ ടാഗ് കെട്ടിത്തരുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയാനും നമ്മുടെ ആക്ടിവിറ്റീസിൽ എൻട്രി ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എൻട്രി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് കൂടിയാണ്. അത് നമ്മുടെ എല്ലാവർക്കും ഈശ്വരി കെട്ടിക്കൊടുക്കുന്നതാണോ. അങ്ങനെ എല്ലാവർക്കും കെട്ടിയിട്ടാണ് അകത്തേക്ക് നമ്മൾ പോകുന്നത്. കണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു പാലം കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നേരെ നടന്ന് വേണം നമ്മുടെ ജെട്ടിയിലേക്ക് എത്തി അവിടുന്ന് വേണം ബോട്ടിൽ കയറാനായിട്ട്. നല്ല വെയിലാണ്, നീണ്ടു വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണിത് കണ്ടോ. ഞങ്ങളുടെ സ്പീഡ് ബോട്ട് കിടക്കാണ്ട് അടിപൊളിയായിട്ട് ഇനി സ്പീഡ് ബോട്ടിലാണ് ഞങ്ങളിനി കുതിച്ച് പായാൻ പോണത്. നമുക്കിനി അതിൽ വേഗം വന്ന് കയറിയിരിക്കാം. ഞങ്ങളുടെ ഫുൾ മെമ്പേഴ്സിന് ഒറ്റ സ്പീഡ് ബോട്ടിൽ തന്നെയാണ് കയറി പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് സ്പീഡിലും കാഴ്ചകൾ കാണാം. ജാക്കറ്റൊക്കെ എടുത്തിട്ടോ. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇതാ ഇരിക്കുകയാണ്. ഞങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ചലിച്ചു തുടങ്ങി കേട്ടോ. ഇപ്പൊ തുടക്കത്തിൽ വലിയ സ്പീഡൊന്നുമില്ല, പിന്നെ പതുക്കെയാണ് സ്പീഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ, കിടലൻ യാത്രയാണ്. നല്ല വ്യൂസാണ് ഇവിടെ, നല്ല കടലിലേക്കുള്ള കേട്ടോ, രസകരമായിട്ടുള്ള വ്യൂസാണ്. നമ്മുടെ ബോട്ട് മൂവ് ചെയ്യുന്നതോറും പുറയിലേക്കുള്ള നല്ല കാഴ്ചകൾ ഇതാണ്. നമ്മുടെ പട്ടയ സിറ്റിയുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, നല്ല രസകരമായിട്ട്. വേറെയും സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്പീഡ് ബോട്ട് കൂടി തുടങ്ങി മോനെ, നമ്മുടെ സ്പീഡ് തുടങ്ങി പറക്കണം. ഇപ്പോൾ സ്പീഡ് ബോട്ട് ഒരു രക്ഷയിലിട്ട് അതിനകത്തിരുന്ന്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നമുക്ക് പിടിച്ചിരുന്ന് ഒരു പ്രത്യേക കടലിലൊരു ചുരുക്കുണ്ട്, നമുക്ക് തലയ്ക്ക് മത്ത് പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് വരാൻ തുടങ്ങും. ബോട്ടിൻ്റെ ഫ്രണ്ട് ഉയർന്നു നിൽക്കുകയാണ്, ബാക്ക് മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടിങ്ങനെ ചാടി വീഴുന്നുണ്ട്, തിരമാലയുടെ മുകളിലൂടെ ചാടി വീഴുന്ന ഒരു കപ്പൽ വീഴുന്ന ഫീലാണ്. നമ്മളിങ്ങനെ കുലുങ്ങി ചാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അടിപൊളി സ്പീഡാണ്, ഒരു രക്ഷയില്ലാത്ത സ്പീഡാണോ. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട.
ഞാനങ്ങനെ സ്പീഡ് ബോട്ടിലൊന്ന് എഴുന്നേറ്റ് കുറച്ച് ദൃശ്യങ്ങൾ പകർത്താമെന്നുള്ള ഒരു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള തോന്നൽ വന്നപ്പോൾ സമ്മതിച്ചില്ല. അതിൻ്റെ ബോട്ട് ഡ്രൈവർ ബോട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ബോട്ടേ നടക്കുകയല്ല, ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സീറ്റിലേക്ക് ഇരുന്നു. ഒരു രക്ഷയില്ല വെച്ചാനേ. കാരണം നമുക്ക് ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റി ബോട്ടിൽ നിന്നെല്ലാം തെറിച്ചു പോയാലെന്ന് വെച്ചിട്ടാണ് അയാൾ സമ്മതിക്കാതിരുന്നു നമുക്ക് എഴുന്നേറ്റ് നിന്ന് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ബോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളത് പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഒരു ജെട്ടി പോലെ, വെള്ളത്തിന് നടുക്ക് ഒരു ജെട്ടി പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, അവിടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വലിയൊരു ജങ്കാറ് ബോട്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. അതിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വലിയ ജങ്കാറ് പോലെ അത് കണ്ടു കഴിഞ്ഞാൽ ആണ്ട പാരാസൈലിംഗ് കണ്ടോ, അവിടെ കയറി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് പാരാസൈലിങ്ങിൻ്റെ പരിപാടികൾ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് അടുത്ത കാഴ്ചയിൽ കാണാൻ മോനെ. കടലിൻ്റെ തിരമാല തിമിർത്ത് ആടി ഒലയുന്നുണ്ടോ. ഇതിൻ്റെ പ്രഷർ വേറെയും. നമ്മുടെ ബോട്ട് കുതിച്ചു പോയതിൻ്റെ ഒരു എൻജിൻ്റെ പുറയിലേക്ക് വെള്ളം തള്ളുന്നതിൻ്റെ പവർ വേറെയും കണ്ടോ. ഒരു രക്ഷയില്ല. വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രസമാണ്, നല്ല പച്ച കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, ഒരു രക്ഷയില്ല. ഇവിടെ നമ്മൾ പാരസൈലിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ജെട്ടി പോലുള്ള ഒരു സംവിധാനം പറഞ്ഞില്ലേ, ഇവിടെ നിന്നാണ് നമുക്ക് പാരസൈലിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഈ പാരസൈലിംഗ് നമുക്ക് ഈ ടൂർ പാക്കേജിലുള്ളതല്ല കേട്ടോ. അത് അഡീഷണൽ ആയിട്ട് നമുക്ക് താല്പര്യമുള്ളവർക്കെല്ലാം എൻട്രി ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് പോകണം. ഏതാണ്ട് 500 ബാത്തോ 800 ബാത്തോ മറ്റോ ആയിരുന്നു അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞത്. അവിടുത്തെ ക്യാഷ് ബാത്താണ് കേട്ടോ. ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാണ്ട് 1600 1700 അടുത്തോളം വരും. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ ഈ പാരസൈലിന് പോയി കഴിഞ്ഞവരും പോകുന്നവരുടെ ഒക്കെ തിരക്കാണ്. അതാ നമുക്കിവിടെ ഈ പാരസൈലിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ മറ്റൊരു എക്സ്പെർട്ട് നിന്ന് നമുക്ക് തരികയാണ്. എന്ത് ചെയ്യണം, പാരസൈലിംഗ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്, നമുക്ക് അതിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അണ്ടർ സീ വാട്ടർ ആക്ടിവിറ്റി കൂടി ഉണ്ട്. അതിൻ്റെ പടമൊക്കെ കാണിക്കുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള ഒരു സംവിധാനം കൂടി, ഒരു ഇതും കൂടി ഉണ്ട്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് അതിലും സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പാരസൈലിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ പോകേണ്ടവർക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് പേരൊക്കെ അതിനകത്ത് പോയി എന്തായാലും ആ കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം. പാരസൈലിങ്ങിലേക്ക് പോകാനുള്ള ഒരു നീണ്ട ക്യൂ ആണ് കേട്ടോ അവിടെ കാണുന്നത്. ഇതിലെല്ലാം നേരെ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ അവരൊന്ന് അറേഞ്ച് ചെയ്ത് വിടും. അത് മൂത്രം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പൈസ നമ്മുടെ ഗൈഡില്ലേ, ഗൈഡ് പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്യും. അപ്പോൾ 800 ബാത്ത്. പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി, നല്ല ഫേസ് കാണാൻ പറ്റുള്ളൂ. അത് അങ്ങോട്ട് നിന്ന് എല്ലാവരും എടുക്കേണ്ടി പോകുന്നു. ഇത് വേറൊരു ഗ്രൂപ്പ്, എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്ന മോഡിലാണ്. അടിപൊളി സന്തോഷത്തിൽ എല്ലാവരും. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഊഴം ആയിക്കൊണ്ടിരിക്കുന്നു, ടേൺ ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ലൈനിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ മുന്നോട്ട് പോയി മറ്റേ പാരസൈലിങ്ങിൻ്റെ ബെൽറ്റും മറ്റു കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് റെഡിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തിരക്കുകളല്ല. ഇതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എങ്ങും വീഴില്ലോ, അത് തൂക്കിയെടുക്കല്ലോ.
അങ്ങനെ നന്ദി വേഷമൊക്കെ ഇട്ട് റെഡിയായിട്ട് കുട്ടപ്പിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ പല മെമ്പേഴ്സും ഇതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മിക്കവാറും ഒരുമിച്ച് തന്നെ മുകളിലേക്ക് വിടുന്നത്. നമുക്ക് വീണ്ടും കാഴ്ചകളിലേക്ക് കാണാം. ഇതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സും എല്ലാവരും ആർപ്പ് വിളിച്ചുകൊണ്ട് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. മുകളിലേക്ക് പോയ പലരും അവസാന റൗണ്ടെല്ലാം ഫിനിഷ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ തുടർന്നുള്ള അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതങ്ങനെ നന്ദിയും പതുക്കെ ഉയർന്ന് പൊങ്ങാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ എല്ലാം റെഡിയാക്കി ടൈറ്റ് ചെയ്തു. ഇതാ ഉയർന്ന് പൊങ്ങി റൺവേയിലൂടെ ഓടി മുകളിലേക്ക് ഉയർന്ന് പൊങ്ങിക്കൊണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ചിലരെല്ലാം വന്ന് താഴേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്ന് കൺട്രോൾ വിട്ട് താഴേക്ക് മുട്ടുകുത്തിയൊക്കെ താഴേക്ക് ഇരുന്ന് പോകുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പരിക്കുകളൊന്നും പറ്റില്ല. അതെല്ലാം താഴെ റബ്ബർ മാറ്റൊക്കെ അവർ പിടിക്കുകയൊക്കെ ചെയ്തോളും, കൺട്രോൾ ചെയ്തോളും. ഇതങ്ങനെ നന്ദയും ലാൻഡ് ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് ഇതാ അതായത് നടന്നു വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. ഞങ്ങളുടെ ഗൈഡിനൊപ്പം ഇഷ്യൂ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ അവിടെ. അടുത്തായിട്ട് അണ്ടർ സീ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ വീണ്ടും അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ വീണ്ടും സ്പീഡ് ബോട്ടിലേക്ക് കയറി യാത്ര തുടരുകയാണ്. ഇനിയുള്ള യാത്ര അതിനേക്കാൾ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഇനിയും വരാൻ പോകുന്നത്. ഇപ്പോൾ വന്നതിനേക്കാൾ സ്പീഡിലാണ് വേറൊരു ബോട്ടിൽ നമ്മൾ കടന്നു പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലട്ടാ. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ അല്ല, ഇവിടെ പറക്കണം, വേണം നിലം തൊടാതെ പറക്കണം. അതിൻ്റെ ഒരു ബാക്ക് സൈഡ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി നിൽക്കുന്നുള്ളൂ, ബാക്കി ഫ്രണ്ടെല്ലാം പൊങ്ങി നിൽക്കുന്നത്. ഒരു രക്ഷയില്ലട്ടോ. കട്ടറിൽ ചാടുന്ന പോലെ പൊങ്ങി ചാടി വെള്ളത്തിൽ അടിച്ചടിച്ചാണ് വീഴുന്നത് സ്പീഡ് ബോട്ട്. അതുപോലെയാണ് അമ്മ അതിൽ പോക്കാൻ പോകണം. ഒരു രക്ഷയില്ല.